ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യം, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ നമുക്ക് ഉള്ളുകൊണ്ട് ദൈവത്തെ ഇങ്ങനെ സ്തുതിക്കാൻ പറ്റും. ഈശോയെ ഈശോയെ ചുമ്മാ നാമം പറഞ്ഞോ, ഇന്ന് എളുപ്പത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന പ്രാർത്ഥനയാണ് യേശുവിൻ്റെ നാമം. ആ പ്രാർത്ഥന ചൊല്ലിയും ദൈവത്തെ സ്തുതിച്ചൊക്കെ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ, വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഉള്ളുകൊണ്ട് അധരം കൊണ്ട് സ്വരമൊന്നുമില്ലാതെ തന്നെ നമുക്കിതൊരു പ്രാർത്ഥനയാക്കി മാറ്റാൻ പറ്റും. സ്തുതിപ്പ് നിരന്തരം ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ദൈവ പൈതൽ നിരന്തരം ദൈവ സാന്നിധ്യത്തെ സ്മരിക്കുന്നവനാണ്, ഓർത്തെടുക്കുന്നവനാണ്. അപ്പം അതുകൊണ്ട് തിരിച്ചൊക്കെ പോകുന്ന വഴിക്ക് ഉള്ളുകൊണ്ട് യേശുവേ യേശുവേ ഞാൻ നിന്നെ ആരാധിക്കുന്നു, ഞാൻ നിന്നെ സ്തുതിക്കുന്നു, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. അത് പറയാൻ നമ്മൾ മടിക്കണം. കാരണം അത് ബോധപൂർവ്വം ഞാൻ ഈശോയുടെ സാന്നിധ്യത്തെ ആത്മന ഓർത്തെടുക്കുന്ന സമയം കൂടിയാണ്. ഈശോയുടെ സാന്നിധ്യത്തെ ഞാൻ അറിഞ്ഞുകൊണ്ട് ബോധപൂർവ്വം അംഗീകരിക്കുന്ന സമയം കൂടിയാണ്. അതുകൊണ്ട് നമുക്കൊരു പ്രാർത്ഥന. അതുകൊണ്ടാണ് തോബിത്തിന്റെ പുസ്തകത്തിൽ നാം കണ്ടത് എങ്ങനെയാണ്, ദൈവമായ കർത്താവിനെ എപ്പോഴും വാഴ്ത്തുക. പിന്നെ പറയാണ്, നിന്റെ പാതകൾ നേരെയാകാൻ, നിന്റെ വഴികൾ ശരിയാകാൻ, നീ ആഗ്രഹിക്കുന്ന നിന്റെ തീരുമാനങ്ങൾ പൂർത്തീകരിക്കപ്പെടാൻ വചനം പറയാണ്, നീ ദൈവത്തെ വാഴ്ത്തുക.